ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയങ്ങളിൽ ഒന്ന്. 2500 വർഷം പഴക്കമുള്ള മധുര നഗരത്തിൻ്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം. വൈഗ നദിയുടെ തെക്കേ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം. അതെ, മധുര മീനാക്ഷി ക്ഷേത്രം അല്ലെങ്കിൽ മധുര മീനാക്ഷി സുന്ദരേശ്വര ക്ഷേത്രം. ഈ ക്ഷേത്രങ്ങളിൽ ആകെ 14 ഗോപുരങ്ങളുണ്ട്. ഇവയിൽ ഏറ്റവും പ്രശസ്തവും ഉയരമുള്ളതും തെക്കേ ഗോപുരത്തിനാണ്. ഏകദേശം 170 അടി അല്ലെങ്കിൽ 52 മീറ്റർ. 1559 ഈ ഗോപുരം പണിതീർത്തത്. എന്നാൽ ക്ഷേത്ര ഗോപുരങ്ങളിൽ ഏറ്റവും പഴക്കമേറിയത് കിഴക്കേ ഗോപുരമാണ്. 1216 1238 കാലയളവിൽ മഹാവർമ്മ സുന്ദര പാണ്ഡ്യനാണ് കിഴക്കേ ഗോപുരം പണിതീർത്തത്. ഓരോ ഗോപുരവും വിവിധ നിലകളിൽ നിർമ്മിക്കപ്പെട്ടതാണ്. കല്ലിൽ തീർത്ത അനവധി വിഗ്രഹങ്ങൾ കൊണ്ട് ഓരോ നിലയും അലങ്കരിച്ചിരിക്കുന്നു. ഈ ക്ഷേത്രത്തിൽ ആകെ 33,000-ഓളം ശില്പികൾ ഉള്ളതായി കണക്കാക്കപ്പെടുന്നു. 3000-ഓളം വർഷം പഴക്കമുള്ള മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത 1000 കൽ മണ്ഡപമാണ്. ഈ 1000 കാൽ മണ്ഡപം എന്നാണെങ്കിലും 985 കാലുകളാണ് ഇവിടെയുള്ളത്. 1569 ഇത് നിർമ്മിക്കപ്പെട്ടത്. ലോകത്തിനെ തന്നെ വിസ്മയിപ്പിച്ച 3000-ഓളം വർഷം പഴക്കമുള്ള മീനാക്ഷി ക്ഷേത്രം ഏകദേശം 15 ഏക്കറിലായി സ്ഥിതി ചെയ്യുന്നു. ക്ഷേത്രത്തിനുള്ളിലെ പ്രധാന ഭാഗത്ത് 32 സിംഹരൂപങ്ങളും 8 വെള്ളാന രൂപങ്ങളും 64 ശിവഗണങ്ങളുടെ രൂപങ്ങളും കൊത്തിവെച്ചിട്ടുണ്ട്. ശില്പകലയുടെ ഉത്തമ ഉദാഹരണങ്ങളാണ് ഈ രൂപങ്ങൾ. അടുത്തതായി പൊൻതാമരക്കുളം. ക്ഷേത്രത്തിനുള്ളിലെ വലിയൊരു കുളമാണത്. പൊൻതാമരക്കുളം എന്നാണ് അറിയപ്പെട്ടത്. ഏകദേശം 165 അടി നീളവും 135 അടി വീതിയുമാണ് ഈ കുളത്തിനുള്ളത്. ക്ഷേത്രത്തിനുള്ളിൽ നിരവധി മണ്ഡപങ്ങളുണ്ട്. അഷ്ടശക്തി മണ്ഡപം, മീനാക്ഷി നായ്ക്കർ മണ്ഡപം, ഇരുട്ട് മണ്ഡപം എന്നിങ്ങനെ നിരവധി മണ്ഡപങ്ങളുണ്ട്. മറ്റൊരു പ്രത്യേകത, നാം നേരത്തെ പറഞ്ഞതുപോലെ 33,000 ശില്പികളാണ് ഇവിടെ കൊത്തിവെച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിൽ എത്തുന്ന സഞ്ചാരികളെ വിസ്മയിപ്പിക്കുന്നതാണ് ഈ ശില്പങ്ങൾ. 17-ാം നൂറ്റാണ്ടിൽ വരച്ചിട്ടുള്ള ചിത്രകലയാണ് ക്ഷേത്രത്തിൽ എത്തുന്നവരെ ആകർഷിപ്പിക്കുന്ന മറ്റൊരു കാര്യം. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് ശ്രീ പാർവതിയുടെ അവതാരമായ മീനാക്ഷിയും പരമശിവൻ്റെ അവതാരമായ സുന്ദരേശനും തമ്മിലുള്ള വിവാഹമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത്. ഭൂമിയിലെ ഏറ്റവും വലിയ ആഘോഷമായിരുന്നു മധുരയിൽ നടന്ന മീനാക്ഷി സുന്ദരേശ്വര വിവാഹം. മഹാവിഷ്ണു ദേവിയുടെ സഹോദര സ്ഥാനത്ത് നിന്നുകൊണ്ട് നടത്തിയ ഈ വിവാഹത്തിൽ ദേവീ ദേവന്മാരും സർവചരാചരങ്ങളും പങ്കെടുത്തു എന്നാണ് വിശ്വാസം. വിവാഹവേളയിൽ ലക്ഷ്മിയും സരസ്വതിയും മീനാക്ഷിയുടെ ഇരുവശത്തായി നിലകൊണ്ടു. വിവാഹശേഷം രാജ്ഞിയായി അവരോധിക്കപ്പെട്ട മീനാക്ഷിയും സുന്ദരേശ്വരനും വർഷങ്ങളോളം മധുര രാജ്യം ഭരിച്ചിരുന്നുവെന്നും ഒടുവിൽ ഭക്തരെ അനുഗ്രഹിക്കുന്ന രൂപത്തിൽ മധുര ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നുവെന്നാണ് ഐതിഹ്യം. മീനാക്ഷി സുന്ദരേശ്വര വിവാഹം ക്ഷേത്രത്തിൽ വർഷം തോറും ഏപ്രിൽ മാസത്തിൽ തിരുക്കല്യാണം അഥവാ ചൈത്ര മഹോത്സവം എന്ന പേരിൽ ആഘോഷിക്കുന്നു.